ATM കവർച്ചാ കേസ് പ്രതികളെ തൃശൂരിൽ എത്തിച്ചിരിക്കുകയാണ്. തെളിവെടുപ്പിനായി കവർച്ച നടത്തിയ ATM സെന്ററുകളിൽ എത്തിച്ചു. MS ലിഷോയി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയി, ഇപ്പോൾ ATMകളിലേക്കൊക്കെ എത്തിച്ച് തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നോ? പ്രതികൾ സഹകരിക്കുന്നുണ്ടോ? തെളിവെടുപ്പ് അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ നാളെയായിരിക്കും നടക്കുക. ഇന്നിപ്പോൾ ഈ സംഘത്തെ ആദ്യമായി തമിഴ്നാട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ആകെയുള്ള 7 പ്രതികളിൽ ഒരാൾ അവിടെ വെച്ച് തമിഴ്നാട്ടിൽ വെച്ച് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. മറ്റ് 6 പേരിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് അയാളുടെ കാല് മുറിച്ച് കളയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതിനുശേഷം അവിടെ ചികിത്സയിലാണ്, ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെ ചികിത്സയിലാണ്. മറ്റ് 5 പേരെയാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടിരിക്കുന്നത്. അതിൽ 4 പേരുടെ മെഡിക്കൽ പരിശോധന ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരാളുടെ കൂടി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവരെ നേരെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷമായിരിക്കും പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. പ്രധാനമായും 3 കേസുകളാണ്, 3 FIRകളാണ് ഇവിടെ ഈ പ്രതികൾക്കുള്ളത്. അതായത് ഒന്ന് തൃശ്ശൂർ റൂറൽ പോലീസിൻ്റെ കീഴിലുള്ള ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാപ്രാണത്ത് SBIയുടെ ATM തകർത്ത കേസുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഷൊർണൂർ റോഡിലെ SBIയുടെ ATMൽ നിന്നും ATM തകർത്ത പണം കവർന്ന കേസ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ATM കൂടി, അതായത് കോലഴിയിൽ വെച്ച് മറ്റൊരു ATM കൂടി ഈ ഒരു സംഘം തകർത്തിട്ടുണ്ട്. അതുകൂടി അങ്ങനെ 3 FIRകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ കേസുകളും പല സ്റ്റേഷനുകളിലായാണ്, അതായത് 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ കേസുകളിലും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സാധ്യത. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. കൂടുതലായി വിവരങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതായത് ഈ ATM തകർത്ത സമയത്ത് എന്തുകൊണ്ട് ഈ സുരക്ഷാ അലാം കൃത്യമായി മുഴങ്ങിയില്ല, അതായത് ഈ അലർട്ട് ലഭിക്കുന്നതിൽ ഏകദേശം 50 മിനിറ്റ് വരെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് ഈ മോഷണത്തിന് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ നേരത്തെ പഴയ ATM മെഷീനുകൾ വാങ്ങി അത് തകർത്ത് അതിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിൻ്റെ ഒരു രൂപരേഖയെല്ലാം തയ്യാറാക്കിയ ശേഷമാണ് ഈ മോഷണത്തിനായി ഇറങ്ങിയത്. അത്രത്തോളം പ്ലാൻ ചെയ്താണ് ഇവർ മോഷണത്തിനായി ഇറങ്ങിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടാതെ ഈ കാറിലാണ് ഈ 3 ATM മെഷീനുകളുടെ അടുത്തേക്കും ATM കൗണ്ടറുകളിലേക്കും ഈ സംഘം എത്തിയിരുന്നത്. ആ 3 ഇടങ്ങളിൽ നിന്നും പിന്നീട് മണ്ണുത്തിയുടെ ഭാഗത്ത്, അതായത് മണ്ണുത്തി പട്ടിക്കാട് ആ ഭാഗത്ത് വെച്ചാണ് ഈ സംഘം പിന്നീട് ആ കണ്ടെയ്നർ ലോറിക്കകത്തേക്ക് കാർ കയറ്റുന്നത്. അതെവിടെ വെച്ചായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി അറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ 3 ATMകൾ തിരഞ്ഞെടുത്തു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ കൃത്യമായി വിവരങ്ങളൊന്നും തന്നെ പോലീസിന് നൽകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണവുമായി പൂർണ്ണമായി ഇവർ സഹകരിക്കുന്നില്ല എന്ന് ആണ് തമിഴ്നാട് പോലീസിൽ നിന്നും ലഭ്യമായത്. അതിനോടൊപ്പം തന്നെ ഇവർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ക്രിമിനൽ സംഘമാണ് എന്നുൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തമിഴ്നാട് സംഘം നിലവിൽ ഈ കേരള പോലീസിന് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠിച്ച കള്ളന്മാരാണ്. ഈ നോഹ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഈ ക്രിമിനലുകളൊക്കെ തമ്പടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കൃത്യമായും ഈ സാങ്കേതിക വിദ്യ അടക്കം മനസ്സിലായിക്കൊണ്ടുള്ള ഒരു കവർച്ച എന്ന് പറയുമ്പോൾ ഇവരെ കുറിച്ച്, ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ നാടുകളിലേക്കുള്ള വിവരങ്ങൾ, ഇവർക്ക് മറ്റാരെങ്കിലും ഉള്ള കണക്ഷൻസ്, ഇതൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഇതിൽ തന്നെ മുഹമ്മദ് അക്രം എന്ന് പറയുന്ന വ്യക്തി, ഇയാൾ നേരത്തെ കൃഷ്ണഗിരി ജില്ലയിൽ ഒരു ATM മോഷണ കേസ് കഴിഞ്ഞ് ആ കേസിൻ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ശിക്ഷ അനുഭവിച്ച് പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ വീണ്ടും ഈ മോഷണം കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെയാണ് അടുത്ത ഈ ഒരു മോഷണത്തിനായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിലുള്ള ഒരാളൊഴികെ മറ്റെല്ലാവർക്കും തന്നെ ഈ മോഷണ കേസുകളിൽ നേരത്തെ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി, അതായത് ഇതിൽ ഒരാൾക്ക് മാത്രമാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട കേസില്ലാത്തത്. ആ വ്യക്തിക്ക് പക്ഷേ അടിപിടി കേസുണ്ട്. അത്തരത്തിൽ എല്ലാ രീതിക്കും ഇവർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു പ്രതികൾ തന്നെയാണെന്നാണ് പോലീസിന് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ മേവത്ത് ഗ്യാങ്ങിൽ ഉൾപ്പെട്ടവരാണ്. മേവത്ത് ഗ്യാങ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കവർച്ചയ്ക്ക് വളരെ കുപ്രസിദ്ധി കേട്ട ഒരു ഗ്യാങ് ആണ്. അവർ ഇത്തരത്തിൽ ഈ
കേരളത്തിൽ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ ഹരിയാനയിൽ നിന്നുള്ള ഈ സംഘം എത്തി അവിടെ കവർച്ച നടത്തിയ ശേഷം തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നു. തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് പണം കണ്ടെടുക്കുക എന്നുള്ളതെല്ലാം തന്നെ ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം അത് അപ്രാപ്യമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്തരത്തിൽ ഇവർ അവിടേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഇവരെ പിടികൂടിയതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. എന്തായാലും ഇതെല്ലാം തന്നെ ഈ കുറ്റവാളികളെ സംബന്ധിച്ചും ഇവരുടെ മോഷണ രീതികളെ സംബന്ധിച്ചും എല്ലാം തന്നെ പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം തന്നെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ കേസിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്.